മുക്കം ടൗണൊക്കെ തിരക്കായി വരുന്നതേ ഉള്ളൂ. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മള് വലിയ ആനക്കാമ്പൊയിലുള്ള മലയൊക്കെ കയറി ലോഡൊക്കെ തട്ടി വന്നതാണ്. അപ്പൊ അവിടെ വെച്ചാണ് നമ്മുടെ വയനാട്ടിലേക്കുള്ള തുരങ്കപാത നിർമ്മിക്കുന്നത് കേട്ടോ. അടിപൊളി സ്ഥലം തന്നെയാണ്. നമുക്ക് എന്നത്തെയും പോലെ തന്നെ ഇന്നും രാവിലെ കിട്ടിയത് ചക്കിട്ടപ്പാറ സൈഡിലോട്ടാണ് ലോഡുമായിട്ട്. അപ്പൊ നമ്മൾ എന്തായാലും ചക്കിട്ടപ്പാറയിലേക്ക് വെച്ച് പോകുന്നുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, കാരണം നാളെ നമ്മുടെ ലീവാണ്. അതുകൊണ്ട് ഇന്ന് എല്ലാ വണ്ടിയും നോർമലി 7 ആ ടൈമിലാണ് നമ്മൾ വണ്ടി എടുക്കാറ് കൃഷിയിൽ നിന്ന്. അപ്പൊ ഇന്ന് 6:30 എടുത്തിട്ടുണ്ട്. അപ്പൊ അതേ പതിവ് പോലെ നമ്മുടെ ചക്കിട്ടപ്പാറയ്ക്കുള്ള റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലായിട്ട് ഒരു പാലമൊക്കെ കാണാം. അതേപോലെ തന്നെ ഇതേ തൊട്ടടുത്തായിട്ട് കണ്ടോ, നമ്മുടെ ജപ്പാന്റെ പൈപ്പാണ് ഈ പോകുന്നത്, വലിയൊരു പൈപ്പ്. അപ്പൊ നമ്മൾ എന്തായാലും ഇനിയിപ്പോ ചക്കിട്ടപ്പാറ ലോഡ് തട്ടണം. രണ്ടാമത്തെ ലോഡ് നമുക്ക് നമ്മുടെ വടകര ഭാഗത്തോട്ട് എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ ഇന്നത്തെ രാവിലത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? മൊത്തം ഒരു സാധാരണ രീതിയിൽ തന്നെ മൂടിക്കെട്ടിയാണുള്ളത്. സൂര്യപ്രകാശമൊന്നും എവിടെയും കാണുന്നില്ല, ചെറുതായിട്ടുള്ളൊരു ലൈറ്റായിട്ടുള്ള വെളിച്ചം മാത്രം. അപ്പൊ നമ്മുടെ KSRTC ബസ്സൊക്കെ വരുന്ന കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ ഈ കാട്ടിലൂടെയുള്ള ഈ ഒരു യാത്ര നല്ലൊരു മനോഹരമായ ഓരോ കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്നുണ്ട് കേട്ടോ. താഴെയൊക്കെ കണ്ടോ, റബ്ബർ തോട്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഓരോരോ ഒറ്റപ്പെട്ട കാറൊക്കെ വരുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോ വലിയൊരു കയറ്റമൊക്കെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിത് സൈറ്റിലായി എത്തിയിട്ടുണ്ട്. ഇവിടെ ഇറ്റാച്ചി റോഡൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഇനിയിപ്പോ ലോഡ് തട്ടേണ്ടത്. ഇതൊക്കെ നമ്മുടെ മലയോര ഹൈവേയുടെ ഭാഗങ്ങളാണ്. ഇവിടേക്ക് ഇതാ ഇറ്റാച്ചി കട്ട് ചെയ്ത് മൊത്തം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് സൈറ്റിലെത്തി ലോഡ് തട്ടാൻ വേണ്ടി പോവാണ്. ഇവിടെയൊക്കെ GSB ഒക്കെ അടിച്ച് റെഡിയാക്കി വരുന്നുണ്ട്. അപ്പൊ മുകളില് കേബിളുണ്ട്, ലൈനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് പൊക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ടാക്കി തട്ടുന്നുണ്ട്, അല്ലാതെ നമുക്ക് തട്ടാൻ പറ്റില്ല കേട്ടോ, കാരണം സർവീസ് ലൈനുണ്ട്. ഓക്കെ, ഇപ്പോൾ ലോഡ് തട്ടിയിട്ടുണ്ട്. കണ്ടോ, മൊത്തം കാലിയായി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ലോഡ് നമ്മുടെ നാട്ടിലേക്കാണ്. ഇവിടുത്തെ ലോഡ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മലയോര ഹൈവേയുടെ വർക്കുകൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. മഴ പെയ്താലാണ് കേട്ടോ പണിയാവുള്ളൂ. നിലവിലിപ്പോൾ മഴയുള്ള സമയമൊന്നുമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ എവിടെയൊക്കെ ഒരു JCBകൾ ഇങ്ങനെ റോഡൊക്കെ, പഴയ റോഡൊക്കെ പൊളിച്ചു മാറ്റി GSB അടിച്ച് പോവുകയാണ്.
ഇവിടെയൊക്കെ മൊത്തം കട്ട് ചെയ്ത് താഴ്ത്തി സെറ്റപ്പ് ആക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഏതായാലും കുറച്ച് വിറകോട്ടാണ് കേട്ടുള്ളത്. ഞാൻ ഫ്രണ്ടിലായിട്ട് ബില്ല് ഒപ്പിടിക്കാൻ വേണ്ടി നടന്നു വന്നതാണ്. അതെ, ദൂരെ നിന്ന് നമ്മുടെ വണ്ടി വരുന്നുണ്ട്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഡേഞ്ചർ ഡീപ്പ് എക്സ്കവേഷൻ. ഇവിടെ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഈ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളി മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് ഇതുവഴി കടന്നു പോകാം. നമ്മുടെ വണ്ടി എന്തായാലും ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിയൊക്കെ കണ്ടോ, അടിപൊളി ഒരു വൈബ് തന്നെയാണ്. ചെറുതായിട്ട് നമ്മുടെ സൂര്യൻ കയറി വരുന്നുണ്ട്, വളരെ ചെറുതായിട്ട്. സൂര്യൻ ഇല്ലെങ്കിൽ ഒരു മൂകത അവസ്ഥ പോലെയാണ് അല്ലേ അനീഷേട്ടാ? അപ്പോൾ രാവിലെ മുതലേ ഞങ്ങളിങ്ങനെ ഒന്ന് ഒരു മൂടിക്കെട്ടിയ നിലയിൽ തന്നെയാണ് ഞങ്ങളും, അതുപോലെ തന്നെ കാലാവസ്ഥയും. എന്തായാലും ഒന്ന് വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ മുഖത്ത് ഒരു തെളിച്ചവും വന്നിട്ടുണ്ട്. ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇത്. കണ്ടോ, പോകുന്ന വഴിയൊക്കെ നോക്കി. അപ്പൊ നമ്മളിതാ ക്രഷറിലോട്ട് പോകുന്ന വഴിയിലാണ്. സുന്ദരമായ വഴികളാണ് കേട്ടോ മൊത്തത്തില്. മൊത്തം കാടൊക്കെ പിടിച്ച് കിടക്കുന്ന, ഇതെവിടെ ഒരു കള്ളിയാപ്പൊക്കെ ഉണ്ട്. അപ്പൊ നോക്കിയേ, നല്ല ഒറ്റപ്പെട്ട റോഡും അതേപോലെ തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ കാടും. ഒരു മനോഹരമായ കാഴ്ചയാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചിറങ്ങിയതാണ്. ഇതുവഴി ബസ്സൊക്കെ പോകുന്നുണ്ടേ, കണ്ടോ. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്കൊന്ന് വണ്ടി എടുത്തി കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ കണ്ടോ, നമ്മുടെ വണ്ടിക്ക് ഇപ്പൊ ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൊത്തം ഗ്രീസടി പരിപാടി തന്നെയാണ്. എല്ലായിടത്തും അടിച്ചു കേട്ടോ. ഇനി ഇതേ പിറകിലൊക്കെ അടിച്ചു, ഇവിടെയൊക്കെ അടിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ താമരശ്ശേരി പപ്പുവിൻ്റെ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഗ്രീസൊക്കെ അടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ നേരെ സൈഡാക്കി ഗ്രീസ് അടിച്ചാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം ഫുൾ ടൈം എല്ലാ ദിവസവും ഒരുപാട് ദൂരം നമ്മുടെ വണ്ടി ഓടാറുണ്ട്. ഒരുപാട് വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ദേ കണ്ടോ, നിലവിൽ ഇപ്പം ഇതാണ് അവസ്ഥ. ചെറുതായിട്ട് സൂര്യൻ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ സൂര്യൻ എന്തോ ഒരു മടി പോലെ ഉണ്ട് കേട്ടോ ഇന്ന് വരാൻ. ചെറിയ രീതിയിലുള്ള വെളിച്ചവും കാര്യങ്ങളൊക്കെയാണ്. സമയം ഏതാണ്ട് 11:30 കഴിഞ്ഞു. അപ്പോൾ 11:30 കഴിഞ്ഞിട്ടുള്ളൊരു കാലാവസ്ഥയുടെ രൂപമാണിത്. കണ്ടോ, ഇവിടെയൊക്കെ ആകാശമൊക്കെ മൂടിക്കെട്ടിയ നിലയിലാണുള്ളത്. അങ്ങനെ നമ്മൾ ക്രഷറിലെത്തി നമ്മുടെ രണ്ടാമത്തെ ലോഡ് എടുത്ത് നേരെ നാട്ടിലോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെയൊക്കെ ലീവാണ് കേട്ടോ. അതുകൊണ്ട് നേരെ നമ്മുടെ അടുത്ത ലോഡ് എടുത്തിരിക്കുന്നത് നേരെ വള്ളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതായത് വടകര കഴിഞ്ഞ് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ വടകരയുടെ റോഡ് ഒന്നും പറയാനില്ല, അങ്ങനെ ഉരുണ്ട് വേണം അതുവഴി കടന്നു പോകാൻ. ഫുള്ള് ബ്ലോക്കും കുണ്ടും കുഴിയൊക്കെ ആയിട്ട് പ്രശ്നമാണ്. എന്തായാലും ഞങ്ങൾ എന്തായാലും പുറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അനീഷ് ചേട്ടനെ അങ്ങനെ കാണിക്കാറില്ലതേ, കണ്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി മൂപ്പർ നമ്മുടെ വീട്ടിലങ്ങും വരാത്തത്. അപ്പം കണ്ടോ, നേരെ നമ്മൾ ഹൈവേയിലോട്ട് വെച്ച് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് വേണം നമുക്ക് വടകരയൊക്കെ പോകാൻ. അപ്പോൾ കാലാവസ്ഥ ഒന്ന് മാറിയിട്ടുണ്ട്, വെയിലൊക്കെ വന്ന് ഒന്ന് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഇപ്പോഴത്തെ കാഴ്ചയാണിത്. സമയം ഇപ്പോൾ ഏതാണ്ട് 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നട്ടുവെച്ച 12 മണിക്കുള്ളൊരു കാഴ്ചയാണിത്. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. റോഡൊക്കെ നല്ല വെട്ടി തിളങ്ങാണ് കേട്ടോ. അപ്പോഴേ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നേരെ നമ്മുടെ വടകരക്ക് അടുത്തായി, വടകര കഴിഞ്ഞിട്ടുള്ള വള്ളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലോഡ് കട്ടണം. അതിന് നേരെ മാഹി പോകണം, പമ്പിൽ പോയി എണ്ണ അടിക്കണം. എന്നിട്ട് വേണം നമ്മുടെ വണ്ടി നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊണ്ടുവെക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഇതൊക്കെ കഴിയുമ്പോൾ ഏതാണ്ട് വൈകുന്നേരം ആവും. ഇപ്പം നല്ല ഇടിവെട്ട് വെയിലാണ് കേട്ടോ നമ്മുടെ ഹൈവേയിലൊക്കെ കാണണം. ഇതേ കണ്ടോ, നല്ല നീണ്ടു നിവർന്ന് ഒരു തിരക്കും ബഹളവും ഒന്നും ഇല്ലാതെ കിടക്കുന്ന നമ്മുടെ ഹൈവ, നാഷണൽ ഹൈവ 66. എന്ത് രസമാണെന്നറിയോ കാണാൻ. ഇതുവഴി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാനൊക്കെ വളരെ ഒരു സുഖം തന്നെയാണ്. മൊത്തം ലൈനൊക്കെ വരഞ്ഞ് നല്ലൊരു എയർപോർട്ട് ലുക്ക് തന്നെ നമുക്കിത് തോന്നുന്നുണ്ട്. ഒരു റൺവേ പോലെ ഉണ്ട് റെഡിക്കും. അങ്ങനെ നമ്മുടെ നശിച്ച റോഡ് തുടങ്ങി. അപ്പൊ സുഹൃത്തുക്കളിതേ ഇവിടെയൊക്കെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വാഗാടിന്റെ വണ്ടിയൊക്കെ ഇവിടെ കാണാം. എന്താ സംഭവം എന്നുള്ള മനസ്സിലായില്ല. ഇവിടെയൊക്കെ ചെറുതായിട്ട് ഡൈവേഷനൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തോ കാര്യമായിട്ടുള്ള പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങള് കൊയിലാണ്ടൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ വരും തലമുറ കാണാത്തൊരു സാധനമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ പഴയ നാഷണൽ ഹൈവേ ആണ് ഈ കാണുന്നത്. ഇത് ഇത്രത്തോളം വീതി മാത്രമേ ഇവിടെ ഉള്ളൂ. അതേപോലെ പേച്ച് വർക്ക് ചെയ്ത് അങ്ങേ അറ്റം എത്തിയ ഒരു റോഡും. ഇനിയിപ്പോൾ പുതിയ തലമുറക്കൊന്നും ഇങ്ങനെ ഒരു കാഴ്ച ഇനി കാണാൻ പറ്റില്ല. നമ്മളെന്തായാലും കൊയിലാണ്ടി കഴിഞ്ഞ് നന്ദി എത്താറായിട്ടുണ്ട്. ഇത്ര വീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ റോഡിന്. അങ്ങനെ നമ്മുടെ ദുരിത റോഡ് എത്തി മക്കളെ. ഇതേ കണ്ടോ, മൊത്തം പൊടിയും കുണ്ടൊക്കെ ആയിട്ടാണ് പോകുന്നത്. ബൈക്കുകാരുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമായിരിക്കും. അപ്പൊ ഞങ്ങൾ എന്തായാലും തിക്കോടി ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയുള്ള പൊടിയൊക്കെ നോക്കിയേ, കണ്ടോ. നമ്മുടെ ക്യാമറയിൽ വലിയ രീതിയിൽ പൊടി കിട്ടുന്നില്ല, എന്നാലും നല്ല പൊടിയാണ് കേട്ടോ. ഒരു കോട മഞ്ഞിറങ്ങിയ പോലെ ഉണ്ട്. അപ്പൊ നമ്മുടെ പയ്യോളിതേ കണ്ടോ, നമ്മുടെ ഗർഡറിന്റെ വർക്കൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ റോഡ് പഴയ പോലെ തന്നെ ഇങ്ങനെയാണ് ഉള്ളത്. എന്തൊക്കെയോ വർക്കുകൾ ഇവിടെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഇനിയിപ്പോൾ നമ്മുടെ ആര്യവാളിൻ്റെ വർക്കൊക്കെ ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. നിലവിലിപ്പോൾ ആര്യവാൾ ഒരേപോലെ ഇതേ കണ്ടോ ഇത്രത്തോളം അങ്ങ് റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ. അത് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ വർക്ക് ഇനിയിപ്പോൾ തുടങ്ങാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ, ഈ നശിച്ച ഭൂമിയിൽ ഇതേ ഞങ്ങൾ എത്തി. ഭൂമി നശിച്ചിട്ടല്ല കേട്ടോ, ഈ നശിച്ച വർക്ക് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇതാ കണ്ടോ, ഇവിടുത്തെ അവസ്ഥയാണിത്. നമ്മുടെ നാഷണൽ ഹൈവേയുടെ കരിമ്പനപ്പാലം വടകര അവിടെയുള്ളൊരു അവസ്ഥ. മൊത്തം പൊടി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പൊടിയും കുണ്ടും കുഴിയും ഒക്കെയാണ്. ഇതേ കണ്ടോ, ഇവിടെ എന്തൊക്കെയോ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഗർഡറിന്റെ മുകളിലൊക്കെ ഇപ്പൊ വർക്കേഴ്സിനൊക്കെ കാണുന്നുണ്ട്. എന്താ സ്ഥിതികൾ എന്നൊന്നും അറിയില്ല. പക്ഷെങ്കിൽ ഈ ബ്ലോക്ക് വടകരക്കാർക്ക് എന്ന് മാറുമെന്ന് പറയാനും പറ്റില്ല.
അപ്പൊ ഇത് ഇവിടെയൊക്കെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്, കണ്ടോ, ഉള്ളിലായിട്ട് വർക്കേഴ്സിനൊക്കെ കാണുന്നുണ്ട്. അപ്പൊ കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നത്. ഇവിടെ ഒരു വാഗാടിന്റെ ഒരു ലോറി ഇതവിടെ താണ് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതേ ഈ പുല്ല് പിടിച്ച ഭാഗങ്ങളൊക്കെ ഇനിയിപ്പോ വർക്ക് ചെയ്ത് പോണം. അപ്പൊ നമ്മുടെ വടകര പുതിയ സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ് ഇത്. അപ്പൊ ഇവിടെ 14 ഫില്ലർ, അതുപോലെ തന്നെ 2 A2 A1 സൈഡാണുള്ളത്. നിലവിൽ ഇത് ഈ കാണുന്ന ഏരിയയിൽ മാത്രമാണ് നമ്മുടെ ഫ്ലൈ ഓവർ ആയിട്ട് വരുന്ന റോഡ് വരുന്നുള്ളൂ, 6 വരി. അപ്പൊ അത് ബാക്കി ഭാഗങ്ങളൊക്കെ മൊത്തം 6 വാൾ വെച്ചിട്ടുള്ള സെറ്റപ്പാണ്. ഇതേ റോഡിന്റെ ഒരു അവസ്ഥ കണ്ടോ, നമ്മുടെ ടൗണിൽ ജനങ്ങളൊക്കെ കണ്ടോ പോകുന്നത്, മൊത്തം പൊടിയിൽ കുളിച്ച് കഷ്ടപ്പെട്ടാണ് ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. ഓരോ ഗർഡറിന്റെ മുകളിലായിട്ടും വർക്കേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വടകരക്കാരേതേ നമ്മുടെ പഴയ റോഡ് എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. ഇതൊക്കെ ഇനി ഓർമ്മയാവാൻ പോകുന്ന റോഡാണ്. കണ്ടോ, നമ്മുടെ പഴയ നാഷണൽ ഹൈവേ ഈ കാണുന്ന വീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എല്ലാവരും ഒന്ന് ഓർമ്മിക്കണം. അപ്പൊ ഇതൊക്കെ ഇനിയിപ്പോ അടുത്ത കാലത്ത് മൊത്തം വർക്കൊക്കെ കഴിഞ്ഞ് 6 വരിയാകാൻ വേണ്ടി പോവാണ്. നമ്മളെന്തായാലും ആശ ഹോസ്പിറ്റൽ കഴിഞ്ഞ് നേരത്തെ പാർക്കോ ഹോസ്പിറ്റലിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ലോഡ് തട്ടേണ്ട സ്ഥലം ഓർക്കാട്ടേരി ആണ് കേട്ടോ. ഓർക്കാട്ടേരി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ, അതായത് നമ്മുടെ ഓർക്കാട്ടേരി കന്നുകാലി ചന്ത നടക്കുന്ന ഗ്രൗണ്ടിലാണ് നമുക്ക് നമ്മുടെ ലോഡ് കട്ടേണ്ടത്. വണ്ടിക്കകത്ത് എംസാൻഡ് ആണേ. അപ്പൊ ദൂരെയായിട്ട് കണ്ടോ നല്ല തലയെടുപ്പോടെ നമ്മുടെ പാർക്കോ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന കാണാം. സാധാരണ ഇവിടെ നല്ല തിരക്കൊക്കെ കാണാറുണ്ട്. ഇന്ന് കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മളെന്തായാലും ദേ ലോഡ് തട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് ഗ്രൗണ്ടിലോട്ട് പോവാണ്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് വേണം പോവാൻ കേട്ടോ. അങ്ങനെ നമ്മളിത് ലോഡ് തട്ടാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോ ഈ ഗ്രൗണ്ടിലാണ് കേട്ടോ. ഈ ഗ്രൗണ്ട് ഒരുപാട് ദൂരം ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഓർക്കാട്ടേരി ചന്തയൊക്കെ വരാറ്. അങ്ങനെ നമ്മളിത് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ GST ഒക്കെ ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ട്. അതേപോലെ ഇതേ കണ്ടോ, എംസാൻഡ് കുറച്ച് കുറവാണ്. ഇവിടെയാണ് നമുക്ക് ലോഡ് തട്ടേണ്ടത്. പക്ഷെ ലോഡ് തട്ടണമെങ്കിൽ ഒരാൾ വരണം കേട്ടോ. അപ്പോൾ ആ ആളെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ഓർക്കാട്ടേരി ചന്ത നടക്കാറുള്ള ഗ്രൗണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം തൊട്ടിലും ആകാശത്തൊട്ടിലും തോണിത്തൊട്ടിലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പോഴേ നമ്മള് ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ എണ്ണ അടിക്കണം. എന്നിട്ട് നമ്മുടെ ഓഫീസിന്റെ മുന്നിലായിട്ട് വണ്ടി കൊണ്ടുപോയി സൈഡാക്കണം. അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഇറങ്ങി. പുറക്കാട്ടൊരു ടൗണൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ.